മഞ്ജരിയുടെ എവിക്ഷൻ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും അൺഫെയർ ആയിരുന്നു. ഇനി നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. ഞാൻ കുറച്ചു നേരം മുമ്പ് കണ്ടായിരുന്നു അൻസിഫ് മഞ്ജരിയുടെ ഫാനാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, പിന്നെ മഞ്ജരിയുടെ എവിക്ഷൻ ഫെയർ ആണെന്നൊക്കെ. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം മഞ്ജരിയെ ഏറ്റവും കൂടുതൽ ഓരോ നെഗറ്റീവ്സും എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറയും ആരാണ് എൻ്റെ ഫേവറേറ്റ് എന്നുള്ള കാര്യം നിങ്ങളോട് പറയാമെന്ന്. ഇനി ഞാനത് പറയുന്നില്ല, കാരണം അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരുടെയും തലമണ്ടയിൽ നിങ്ങൾ പറയല്ലേ ഇന്ന ആളാ ഫേവറേറ്റ്, ഇന്ന ആളാ ഫേവറേറ്റ് എന്ന്. എൻ്റെ ഫേവറേറ്റ് സ്റ്റിൽ ഇപ്പോഴും ബിഗ് ബോസ് വീടിനകത്ത് തന്നെ ഉണ്ട് ആ ഒരു കണ്ടസ്റ്റന്റ്. ഒരിക്കലും മഞ്ജരി ആയിരുന്നില്ല. പക്ഷെ മഞ്ജരിയുടെ എവിക്ഷൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്കറിയാം മഞ്ജരി എവിക്റ്റഡ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഇന്നലെ അറിഞ്ഞു. ഞാൻ അറിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി. സത്യം ഇന്നലെ അറിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി. എന്നിട്ടും അങ്ങനെ ആവല്ലേ എന്നാണ് പ്രതീക്ഷ ഉള്ളത്. കാരണം ഉറപ്പായിട്ടും ടോപ്പ് 5 ഡിസർവിങ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് മഞ്ജരി. ഇനി ഇതുപോലെ നടക്കാൻ പോകുന്ന ഒരു അൺഫെയർ എവിക്ഷൻ ആരായിരിക്കും എന്നറിയാമോ? ദീപക്കും ഔട്ട് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ടോപ്പ് 5 ഞാൻ കരുതി വെച്ചിരുന്നു, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ടോപ്പ് 5 ഞാൻ കരുതി വെച്ചിരുന്നു. ഓർഡർ പറയുന്നില്ല. മുത്തു, ജാക്ലിൻ, സൗന്ദര്യ, ദീപക്, മഞ്ജരി, പിന്നെ അരുൺ. ഇവർ ഞാൻ ടോപ്പ് 6 ആണ് പറഞ്ഞത്, 5 അല്ല 6 ആണെന്ന് പറഞ്ഞിരുന്നത്. ഇതിനകത്ത് നിന്നാണ് മഞ്ജരി ഔട്ടായി. എന്തൊരു അൺഫെയർ ആണ് അവസ്ഥ. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ആൾക്കാർ എവിടെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അത് മാത്രമല്ല വിജയ് സേതുപതി ചോദിക്കുന്നുണ്ട്, പ്രേക്ഷകരെ നിങ്ങൾ എവിടെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. മഞ്ജരിയെ പറ്റി ഞാൻ ആദ്യം 2-3 ഡയലോഗുകൾ പറയാം. ഒരു സൂപ്പർ കണ്ടസ്റ്റന്റ് ആയിരുന്നു മഞ്ജരി, ഒന്നും പറയാനില്ല. നെഗറ്റീവ് ഒന്നും നമുക്ക് മഞ്ജരി ഇപ്പം പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാനില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കണ്ടിട്ട്. കാരണം ആൾക്കാർ ഇത് എവിടം വെച്ചാണ് കാണുന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല. ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലായിട്ട്, ഗെയിം ചെയ്യാനാണെങ്കിൽ ആ ലെവലായിട്ട്, മൈൻഡ് ഗെയിം, ടാസ്ക്, ആ വീട്ടിലെ കണ്ടന്റ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഫുൾ പാക്കേജ് ആയിരുന്നു, ഒരു മിക്സഡ് പാക്കേജ് ആയിരുന്നു മഞ്ജരിയുടെയൊക്കെ എവിക്ഷൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരുന്നില്ല, വേർഡ്സ് കിട്ടുന്നില്ല എനിക്ക്. കാരണം അത്ര സൂപ്പറായിട്ട് ചെയ്യുന്ന ഒന്ന്. ഇനി ആ ലേഡീസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, ജാക്ലിൻ. വേറെ ആരും ഇല്ല ഇതിനകത്ത്. ജാക്ലിൻ, പവിത്ര, സൗന്ദര്യ, ഇവർ 3 പേരിൽ ഞാൻ ചോദിക്കട്ടെ, പവിത്ര എന്ത് ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്? വിശാൽ എന്ത് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്? റയാൻ കഴിഞ്ഞ ഒരാഴ്ച ഓണായത്, നമ്മളെല്ലാവരും കണ്ടതാ. കഴിഞ്ഞ ഒരൊറ്റ ആഴ്ചയില റയാൻ ഓണായത്. അതിന് മുൻപ് വരെ ആ വീട്ടിനകത്ത് ഈ പറയുന്ന മഞ്ജരിയും മുത്തുവും ജാക്ലിനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ ആളാണ് ഇപ്പോൾ പുറത്തു പോയത്. എനിക്ക് ഒറ്റ വാക്കിലെ മഞ്ജരിയെ നമ്മുടെ മലയാളത്തിലെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി ഞാൻ പറയും ശോഭ വിശ്വനാഥ് എന്ന്. അത്ര നമുക്ക് പറയാൻ പറ്റുന്ന ഒരു, കാരണം ശോഭ മലയാളത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം മഞ്ജരിയും ചെയ്തിട്ടുണ്ട്. ഒരു വൈൽഡ് കാർഡായിട്ട് കയറി വന്നിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി യൂട്ടിലൈസ് ചെയ്തൊരു കണ്ടസ്റ്റന്റാണ് മഞ്ജരി. മഞ്ജരിയുടെ എവിക്ഷൻ സത്യം പറഞ്ഞാൽ വീട്ടുകാരെ ഫുള്ള് ഷോക്ക്, എല്ലാവർക്കും ഷോക്ക്. ജാക്കലിൻ പൊട്ടിക്കരയുന്നു, മുത്തു പൊട്ടിക്കരയുന്നു, ഭയങ്കര സീനായിരുന്നു. എനിക്ക് എന്താ ഞാൻ വീണ്ടും പറയുന്നത്, എനിക്ക് അറിയത്തില്ല എന്താ പറഞ്ഞത്. കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തോ ഔട്ട് ആവല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, ഞാൻ റിവ്യൂവർ അല്ലേ, എന്തിന് ഞാനിങ്ങനെ ഗെയിം, ഇറ്റ്സ് എ ഗെയിം, ബട്ട് ഐ കാണ്ട് അക്സെപ്റ്റ്. കാരണം അത്ര അടിപൊളി കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്ത് കൊടുത്തു കഴിഞ്ഞാലും ബിഗ് ബോസിനെ ആ ഒരു പ്ലാറ്റ്ഫോം ആക്കി കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ്. അറിയില്ല, ഇങ്ങനെയാണ് ബിഗ് ബോസ്. പിന്നെ ഇന്നത്തെ ദിവസം നടന്ന വേറൊരു സംഭവം, ടിക്കറ്റ് ഫിനാലെ റയാന് കിട്ടി. റയാൻ ഫൈനലിസ്റ്റ് ആയി, അതായത് ടോപ്പ് 6 ഈ സാധനം റയാന് കിട്ടി. പക്ഷെ റയാൻ ഇനി പണപ്പെട്ടി പൊക്കുമെങ്കിൽ പറ്റത്തില്ല. പക്ഷേ റയാൻ ഇന്നത്തെ സംസാരം കേട്ടിട്ട് എനിക്ക് പണപ്പെട്ടി പൊക്കുന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റയാൻ എന്തായാലും ടോപ്പ് 6 ഇനി ആ 5 പേര് ആരൊക്കെയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മുത്തു ആയിരിക്കും, ഒന്ന് ജാക്ലിൻ ആയിരിക്കും, ഒന്ന് സൗന്ദര്യ ആയിരിക്കും. ഇനി 3 എവിക്ഷനും കൂടെ ബിഗ് ബോസ് വീടിനകത്ത് നടക്കും കേട്ടോ. 3 എവിക്ഷൻ. ആ 3 പേര് ആരായിരിക്കും? കാരണം ഇപ്പോൾ 8 പേരുണ്ടല്ലോ, ആ 3 പേര് ആരായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിശാൽ പുറത്ത് പോവും. ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് വിശാൽ പുറത്ത് പോകണം. പിന്നെ റയാൻ ടോപ്പ് 6 ആണ്, അതിൻ്റെ അപ്പുറത്തോട്ട് കയറി വരരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടോപ്പ് 6 റയാന് ടോപ്പ് 6 ഇത് കിട്ടിപ്പോയി. ഇല്ലെങ്കിൽ ടോപ്പ് 7 or 8 ഒക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. ടോപ്പ് 6 റയാന് കിട്ടി, ഓക്കെ. അതിൻ്റെ അപ്പുറത്തേക്ക് റയാൻ കയറരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം റയാൻ ടോപ്പ് 6 അങ്ങനെ. പിന്നെ ഇനി ഒരാൾ, അത് ഒരു പക്ഷേ അരുണായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പക്ഷേ ദീപക് ആയിരിക്കാം. പവിത്രയ്ക്ക് വോട്ട് കിട്ടും. പവിത്രയുടെ കാര്യം ആരും ടെൻഷൻ അടിക്കണ്ട. പവിത്രയ്ക്ക് വോട്ട് കിട്ടി, പവിത്ര എങ്ങനെയെങ്കിലും സേവ് ആയ ടോപ്പ് 5 കയറും. ഭയങ്കര ഒരു അൺഫെയർ സാധനമായിരിക്കും. അതുകൊണ്ട് ഞാൻ അരുണാണ് ഇപ്പൊ പിന്നെ ഉള്ളതിൽ ഞാൻ ടോപ്പ് 5 എന്ന് പറയാൻ. ഇപ്പോഴത്തെ പൊസിഷൻ അനുസരിച്ച് ടോപ്പ് 5 മുത്തു, ജാക്ലിൻ, സൗന്ദര്യ, ദീപക്, അരുൺ, ഇവർ 5 പേര് വന്നാൽ മാത്രമേ ടോപ്പ് 5 ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഈ പറയുന്ന റയാൻ ആയാലും, പിന്നെ നമ്മുടെ റയാനും വിശാലും
പവിത്ര ജന്യ ഔട്ടാവണം ഇതിൽ നിന്ന്. ഇവർ 3 പേരുടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എങ്കിലും ഓക്കെ എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം എങ്കിലും ഫൈൻ എന്ന് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. മഞ്ചരികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പൊളിച്ച സാധനമായിരുന്നില്ല. കാരണം എല്ലാം ഈ സീസണിന് വേണ്ടി കളിച്ച കണ്ടസ്റ്റൻസിൽ 2-3 പേര് മാത്രം. ഇതിനകത്ത് ഇത് മാത്രമല്ല, അൺഫെയർ എവിക്ഷൻ കുറേ ഉണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് മാത്രം നടന്നിട്ടുണ്ട്. ഇതൊന്നും അല്ല, കുറേ നടന്നിട്ടുണ്ട്. സുനിതയുടെ എവിക്ഷൻ, ഫാറ്റ്മാൻ്റെ എവിക്ഷൻ, പിന്നെ പിന്നെ ഒരാളുടെ എവിക്ഷൻ എന്തോ ഉണ്ടായിരുന്നല്ലോ, ഒരു കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ കുറേ എവിക്ഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഫിനാലെ അടുത്ത് വന്നപ്പോഴാണ്, കഴിഞ്ഞ വർഷം 98ാമത്തെ ദിവസമാണ് ഒരു ഭയങ്കര ഒരു സംഭവം എവിക്ഷൻ നടന്നത്, വിചിത്ര. അതിൻ്റെ ഒരു വേറെ വെർഷനാണ് ഇപ്പം നടന്നത്. നമുക്ക് നോക്കാം, ചിലപ്പോൾ ഇതിനേക്കാളും വലിയ എവിക്ഷൻ ആയിരിക്കും ഇനി അടുത്ത ആഴ്ച വരാൻ കിടക്കുന്നത്. ഇനി ഈ ആഴ്ച പണപ്പെട്ടി മിക്കവാറും വെക്കും. അങ്ങനെ ഒരാൾ പണപ്പെട്ടി എന്തായാലും എടുക്കാൻ ചാൻസ് ഉണ്ട്. വീക്കെൻഡിൽ ഒരാൾ പോകും. അപ്പോൾ 2 പേരാവും. പിന്നെ ടോപ്പ് 6ന്റെ മിഡിലുള്ള ഒരാളെ കൂടെ പൊക്കും. നാളെ മുതൽ എക്സ് കണ്ടസ്റ്റൻസ് റീ എൻട്രി ചെയ്യണം. നാളെ മുതൽ നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റും എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും റീ എൻട്രി ആണ് വരുന്നുണ്ട്. ദർശക കയറി എന്ന് കേൾക്കുന്നു. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8ന്റെ ഡേ 91 ജനുവരി 5-ാം തീയതിയിലെ വീക്കെൻഡ് ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. കണ്ടസ്റ്റൻസുമായിട്ട് സ്ക്രീനിൽ ചേരുന്നു. ആദ്യം തന്നെ അവർക്കൊരു ടാസ്ക് ആണ്. നമ്മുടെ സ്റ്റോർ റൂമിലൂടെ ഒരു ബോർഡ് വരുന്നു, ഒരു വൈറ്റ് ബോർഡ്. വൈറ്റ് ബോർഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് ഇയാൾക്ക് പകരം ഇയാളായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത്. അതാണ് വൈറ്റ് ബോർഡിൽ. ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്ഥലമുണ്ട്, ഫോട്ടോസും കുറെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ വീടിനകത്ത് 9 കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇയാൾ ഇവിടെ വേണ്ടായിരുന്നു, ഇയാൾക്ക് പകരം ഔട്ടായി പോയ ഇയാൾ മതിയായിരുന്നു. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് മുത്തു വേണ്ട, ഇവിടെ ഫാറ്റ്മാൻ മതി, മുത്തുവിന് പകരം ഫാറ്റ്മാൻ മതിയായിരുന്നു, അല്ലെങ്കിൽ മുത്തുവിന് പകരം അർണവ് മതിയായിരുന്നു. അങ്ങനെ അപ്പൊ എല്ലാവർക്കും ചാൻസ് ഉണ്ട്, എത്ര പേരുടെ പേര് വേണോ പറയാം. അതാണ് ഇപ്പൊ ദീപക് പറയുന്നത്. പവിത്രയ്ക്ക് പകരം സുനിതയായിരുന്നെങ്കിൽ ഇവിടെ അടിപൊളിയായേനെ. കാരണം ഇറങ്ങി കളിക്കുന്ന ഒരാളാണ്, ഓപ്പൺ അപ്പ് ആവുന്ന ഒരാളാണ്. അപ്പൊ സുനിതയായിരുന്നു പവിത്രയുടെ സ്ഥാനത്ത് ഇവിടെ നിൽക്കേണ്ടിരുന്ന ആൾ. അത് കറക്റ്റ് ഒപ്പീനിയൻ ആണ്. ദീപകിന്റെ ഒപ്പീനിയൻ കറക്റ്റ് ആണ്. ജാക്കലിൻ പറയുന്നത് വിശാലിന് പകരം ജെഫ്രി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനാണ്. അതും കറക്റ്റ് ഒപ്പീനിയൻ ആണ്. കാരണം കാര്യം പറയുന്നത് വിശാൽ എന്ത് വന്നു കഴിഞ്ഞാൽ ജെഫ്രി എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ബെസ്റ്റ് കൊടുക്കാൻ നോക്കും. വിശാല് ഔട്ട്സ്പോക്കൺ ഇല്ല, ഇവിടെ ജോളിയായിട്ട് നടക്കുന്നത് മാത്രമല്ല. കറക്റ്റ് കാര്യമാണ് ജാക്കലിൻ പറഞ്ഞത്. പിന്നെ വേറൊരാളുടെ പേരും കൂടി, പിന്നെ അടുത്ത് വേറൊരാളുടെ പേരും കൂടി ജാക്കലിൻ പറയുന്നുണ്ട്. പവിത്രയ്ക്ക് പകരം തർഷിക ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നതെന്നാണ്. പക്ഷെ തർഷിക, ഞാൻ പറഞ്ഞത് സൂപ്പറാണ് തർഷിക. പക്ഷേ ഈ പറഞ്ഞ പോലെ ലവ് ട്രാക്കിൽ കയറിയതിനു ശേഷം തർഷിക ഈ 90 ദിവസം നിന്ന് കഴിഞ്ഞാൽ ഈ ലവ് ട്രാക്കേ നടക്കൂ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒപ്പീനിയനോട് ഞാൻ യോജിക്കുന്നുമില്ല, എനിക്ക് യോജിപ്പ് ഇല്ലാതെ ഇല്ല. പണ്ടത്തെ നമ്മുടെ തർഷിക ആയിരുന്നെങ്കിൽ ഞാൻ ഈ ജാക്കലിൻ പറഞ്ഞ സാധനത്തിന് കൈ കൊടുത്തേനെ. പക്ഷെ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. ലവ് ട്രാക്കിൽ കയറിയതിനു ശേഷം തർഷികയുടെ ഗെയിം നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പം ഗെയിമിന് കാര്യം പറയുന്നതാണ്, ഗെയിമിന് പുറത്ത് എല്ലാം ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുന്ന ഒരാളായിരുന്നു തർഷിക. പവിത്രയ്ക്ക് ഗെയിം എന്നുള്ളതല്ലാതെ വേറെ ഒരു ടാസ്കിന് പുറത്തായിട്ട് ഒരു ഒപ്പീനിയനും ഇല്ല. അരുൺ പറയുന്നത് മഞ്ചരിക്ക് പകരം ആനന്ദി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നെന്നാണ്. ക്ലാരിറ്റി വൈസ് ആനന്ദി പറയുന്നത് കുറച്ചും കൂടി എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് പറയുന്നതാണ് പറയുന്നത്. ശരിക്കും ആ ഒപ്പീനിയനോട് എനിക്ക് യോജിപ്പില്ല. കാരണം മഞ്ചരിയും ഇതിനകത്ത് നിൽക്കേണ്ട ആളാണ്, അതുപോലെ ആനന്ദി ഇതിനകത്ത് നിൽക്കേണ്ട ആളാണ്. ആനന്ദിയും ഈ പറഞ്ഞ പോലെ ടോപ്പ് 7 ടോപ്പ് 8 ഈ സാധനത്തിനകത്ത് വരേണ്ട ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളുടെ പേര് മറന്നു എന്നത് ആനന്ദിയാണ്. ആനന്ദിയും ഭയങ്കര അൺഫെയർ എവിക്ഷൻ ആനന്ദിയുടെ സ്ഥാനത്തിൽ, ആനന്ദിയുടെ കേസിലൊക്കെ നടന്നത്. ആനന്ദിയും ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ടോപ്പ് 7 അറ്റ്ലീസ്റ്റ് ടോപ്പ് 8 ഒക്കെ. അപ്പൊ അതുകൊണ്ട് ആനന്ദി അകത്ത് വരണം. പക്ഷെ അത് മഞ്ചരി പുറത്തു പോയിക്കൊണ്ടാവരുത്. 2 പേരും ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അടുത്ത് പവിത്ര പറയുന്നത് മുത്തുവിന് പകരം ഫാറ്റ്മാൻ ആയിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്നാണ്. കാരണം 2 പേരും ഡിഫറൻറ്റ് ഫാറ്റ്മാൻ ഡിഫറൻറ്റ് ആംഗിൾ, ഫാറ്റ്മാൻ ഉണ്ടായിരുന്നെങ്കിൽ മുത്തുവിന് പകരം ഡിഫറൻ്റ് ആയിട്ട് ഗെയിം മാറിപ്പോയേനെ എന്നാണ് പറയുന്നത്. ആ ഒപ്പീനിയനോട് എനിക്ക് യോജിപ്പില്ല. കാരണം മുത്തു ഈസ് എ പാർട്ട് ഓഫ് ബിഗ് ബോസ് സീസൺ 8. നമുക്ക് ഇപ്പം ഓരോ സീസൺ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലരുടെ പേര് ഒഴിച്ചുകൂടാൻ പറ്റാതെ ഇരിക്കും. അത് ആ സീസൺ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ സീസൺ 8 തമിഴ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത 2-3 പേരുകൾ. 1 മുത്തു, 2 ജാക്കുലിൻ, 3 സൗന്ദര്യ. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പേരുകളൊക്കെ വരുള്ളൂ. മലയാളം സീസൺ 6 എന്താ ഓർമ്മ വരുന്നത്? ജാസ്മിൻ ഗബ്രി തന്നെയല്ലോ. അതാണ് ഓരോ സീസണും ഓരോ സാധനങ്ങളുണ്ട്. അതായിരിക്കും നമ്മൾ എപ്പോഴും റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഒപ്പീനിയനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഫാറ്റ്മാൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ ഷോയിനകത്ത് വേണമായിരുന്നു. ഫാറ്റ്മാൻ ഔട്ട് ആവരുതെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫാറ്റ്മാൻ ഔട്ടായി. ഡിഫറെന്റ് ആംഗിളിൽ ഗെയിം പോകുമായിരുന്നു ഫാറ്റ്മാൻ കൂടെ ഉണ്ടെങ്കിൽ. പക്ഷെ മുത്തു ഔട്ട് ആയിക്കൊണ്ട് ഫാറ്റ്മാൻ പുറത്തു പോകരുതായിരുന്നു. 2 പേരും വേണമായിരുന്നു.
പിന്നെ മഞ്ചരി പറയുന്നത് അരുണിന് പകരം അൻഷിത അവിടെ വേണമെന്നായിരുന്നു പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. അരുണും അൻഷിതയും 2 ലെവലിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. ആ 2 ലെവലും കൂടി ഒരിക്കലും അരുൺ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അരുണിന്റെ അത്രയും അൻഷിത വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ തൊട്ട് താഴെയൊക്കെ നിൽക്കും, പക്ഷെ അരുണിന്റെ അത്രയും വരത്തില്ല. ഇവൻ നമ്മുടെ മലയാളിയാണ്, നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആണ്. ഓക്കെ, പക്ഷേ എന്ന് പറഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അരുണിന്റെ അത്രയൊന്നും അൻഷിത വരില്ല. അൻഷിത ഈസ് ലൈക്ക് ജെനുവിൻ പേഴ്സൺ ആണ്. അരുൺ ജെനുവിൻ പേഴ്സൺ വിത്ത് പ്ലേയിങ് ദ ഗെയിം. അൻഷിത ഈസ് നോട്ട് പ്ലേയിങ് ദ ഗെയിം, ഷീ ഈസ് പ്ലേയിങ് ദ ടാസ്ക് കളിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അല്ലേ? ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളല്ല, ടാസ്ക് കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഗെയിം കളിക്കുന്നതും ടാസ്ക് കളിക്കുന്നതിനും വാല്യൂ കൂടുതൽ ഗെയിമില്ല, ടാസ്കിനല്ല. അപ്പോൾ അരുണിന് പകരം അൻഷിത വരാനുള്ള കാരണം അൻഷിത സ്ട്രോങ് ആണ്, കുറച്ചൊരു ഓപ്പൺ ആയിട്ട് പറയും, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയും. ഓക്കെ, അതൊക്കെ ഫൈൻ. പക്ഷെ അൻഷിത ടാസ്കിന് പുറമേ ആയിട്ട് വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത ഒരു മഞ്ചേരി പറയുന്നത് പവിത്രയ്ക്ക് പകരം തർഷികയായിരുന്നെങ്കിൽ അടിപൊളി ആയനെന്നാണ്. തർഷികയ്ക്ക് ചാൻസ് കിട്ടിയില്ല ഇവിടെ കളിക്കാനായിട്ട്. പവിത്രയെ കിട്ടി, അത്രയും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പവിത്രയ്ക്ക് കിട്ടിയ ആ സാധനത്തിന്റെ അത്രയും ഒരു സ്പേസ് തർഷികയ്ക്ക് കിട്ടിയിട്ടില്ല. വിശാൽ പറയുന്നത് ജാക്കിലിന് പകരം അൻഷിത മതിയെന്നാണ്. പ്യുവർലി റോങ് സ്റ്റേറ്റ്മെന്റ്. കാരണം ഫസ്റ്റ് ജാക്കിലിൻ വന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും നോമിനേറ്റഡ് ആയതാണ്. പിന്നീട് ഗെയിം ചേഞ്ചർ ആയിരുന്നേനെ അൻഷിത അവിടെ ഉണ്ടായിരുന്നെങ്കിലാണ്. വിശാലിന്റെ സൂക്കേട് വേറെയാണ്, ഞാൻ പണ്ടേ പറഞ്ഞല്ലോ. പക്ഷെ വിശാൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അത് കറക്റ്റാണ്. അൻഷിത പാസം വെച്ച് കളിച്ചെങ്കിൽ ജാക്കിലിൻ ഫ്രണ്ട്ഷിപ്പ് വെച്ച് കളിച്ച ആ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അടുത്ത് മുത്തു പറയുന്നത് സൗന്ദര്യക്ക് പകരം സാചനയായിരുന്നെങ്കിലും അടിപൊളി ആയനെന്നാണ്. എനിക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല. സീരിയസ്ലി സൗന്ദര്യക്ക് പകരം സാചനയാണ് അവിടെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായി. പക്ഷെ സാചന അവസാനമൊക്കെ വന്നപ്പോൾ അടിപൊളിയായി. ഔട്ടായി പോകേണ്ട സമയത്ത് അവിടെ സേഫായി നിൽക്കുകയും ചെയ്തു. അപ്പം സാധന ഒരു തെറ്റ് ചെയ്തിട്ട് പഠിക്കും, സൗന്ദര്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഠിക്കത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ സാധന വേണമായിരുന്നു. സാധന ഈസ് ലൈക്ക് എ മസാല, മനസ്സിലായല്ലോ? ബിഗ് ബോസിന്റെ ഒരു മസാല പോലെയാണ്, എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരാളായിരുന്നു സാധന. അങ്ങനെ പിന്നെ പവിത്രയ്ക്ക് പകരം ജെഫ്രി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് ഓപ്ഷൻ, അത് ഗുഡ് ഓപ്ഷൻ, നല്ലതാണ്. അത് മുത്തു പറഞ്ഞ് എന്നോട് യോജിക്കുന്നു. ഫസ്റ്റ് മുതലേ കളിച്ചു വന്ന ആളാണ് ജെഫ്രി എന്ന് പറയുന്നു. റയാൻ വീണ്ടും റയാൻ പറയുന്നു വിശാലിന് പകരം ജെഫ്രി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പോയിന്റ്സ് ഒക്കെ ഓപ്പണായി ജെഫ്രി പറയും. അരുണിന് പകരം ഫാറ്റ്മാൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. പക്ഷേ അരുൺ ഈസ്, ഞാൻ പറഞ്ഞല്ലോ, അത് വേറൊരു ഗെയിം. ഫാറ്റ്മാൻ, അരുണിന് ഗെയിം ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അരുൺ ഇപ്പം 4 ആഴ്ച കൊണ്ടാണ് ഡള്ള്. അതിന് മുന്നേ അരുൺ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്വന്തം പെർസ്പെക്റ്റീവിൽ മാത്രമല്ല ബാക്കിയുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഫാറ്റ്മാൻ ചിന്തിക്കുമെന്ന് പറയുന്നു. സൗന്ദര്യം പറയുന്നത് മുത്തുവിന് പകരം ആനന്ദി എന്നാണ്. പ്യുവർലി റോങ് സ്റ്റേറ്റ്മെന്റ്. മുത്തു എവിടെ, ആനന്ദി എവിടെ? അപ്പം മുത്തു സ്വന്തം ഭാഗം മാത്രമേ പറയുള്ളൂ. ആനന്ദി എല്ലാ ഭാഗവും പറയും, എല്ലാവരുടെയും ഭാഗത്ത് നിൽക്കും. പിന്നെ മുത്തു ബ്രെയിൻ വാഷ് ചെയ്യും, ആനന്ദി ബ്രെയിൻ വാഷ് ചെയ്യില്ല. പിന്നെ വിശാലിന് പകരം ജെഫ്രിയാണ്. കാരണം ജെഫ്രി ന്യായങ്ങൾ പറയും, വിശാൽ ഓപ്പൺ ആയിട്ടൊന്നും പറയത്തില്ല. വീണ്ടും റയാൻ പറയുന്നു മുത്തുവിന് പകരം ആനന്ദി. എന്ത് സ്റ്റേറ്റ്മെന്റ് ആയത്? ഓപ്പോസിറ്റ് ഉള്ളവരെ പറ്റി എന്ത് ചെയ്യുന്നു? മുത്തു ചിന്തിക്കത്തില്ല, അവരുടെ തെറ്റ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ആനന്ദി 2 ഭാഗവും ചിന്തിക്കും. അരുൺ പറയുന്നത് റയാന് പകരം ജെഫ്രി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നതാണ്. സൂപ്പർ ആയനെ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് അതിനോട് റയാൻ ജെഫ്രി ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ എന്നേ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ റയാനെക്കാളും അടിപൊളിയായിരുന്നു ജെഫ്രി. റയാൻ ഈ ഒറ്റ വീക്കിലാണ് കയറി വന്നത്. ജെഫ്രിയും അതുപോലെ. ജെഫ്രി കുറേ നാൾ സേവായി ലാസ്റ്റ് 2 വീക്ക് ഫയറായി ഔട്ടായതാണ്. അടുത്ത് മുത്തുവിന് പകരം ഫാറ്റ്മാൻ ആയിരുന്നുവെങ്കിൽ എന്നാണ് നമ്മുടെ അരുൺ പറയുന്നത്. പക്ഷെ അതും എനിക്ക് യോജിപ്പില്ല. അതിനുശേഷം പിന്നീട് റയാൻ ഓക്കെ, അപ്പോൾ വിജയ് സേതുപതി ചോദിക്കുന്നത് ഇതെന്തിനാണ് തന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. മുത്തു പറഞ്ഞു ഓക്കെ, നമ്മൾ മാത്രമല്ല മികച്ചവർ, ഇവിടെ നിന്ന് പോയവർ മികച്ചവരാണ്, അപ്പോൾ അവരിൽ നിന്ന് ഇത്ര ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനാണെന്ന് പറയുന്നു. ഓക്കെ, അതിനുശേഷം ടിക്കറ്റ് ഫിനാലയിൽ ആർക്കാണ് ഒരു എന്താ പറയുക, അപ്പോൾ ഒരു ഭയം, ഒരു പതട്ടം ഉണ്ടായിരുന്നത്? പതട്ടം മീൻസ് അസ്വസ്ഥത. ഒരു പതട്ടം ഉണ്ടായിരുന്നത് ആർക്കാണെന്ന് ചോദിക്കുകയാണ്. എന്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തു? അപ്പോൾ സൗന്ദര്യം പറയണം മുത്തു ഒന്ന് പതട്ടപ്പെട്ടു, ഒന്ന് ഭയപ്പെട്ടു. ഫിനാലയിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന കോൺഫിഡൻസ് പോയിട്ട് ഫിനാലയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പതട്ടം മുത്തുവിന് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് സാധനമാണ്. മുത്തുവിന് ഈ പറഞ്ഞ പോലെ നല്ലൊരു പതട്ടം ഉണ്ടായിരുന്നു. എല്ലാവരും ആ സാധനം എടുത്ത് പറയണം. മുത്തുവിന് ഭയം ഉണ്ടായിരുന്നു, അത് ഉറപ്പാണ്, ആ സാധനം ഉറപ്പാണ്. അപ്പം റയാൻ പറയാണ് സാർ മുത്തു പേടിച്ചിരുന്നു. ഈ വീക്ക് 2 ടാസ്ക് തോറ്റപ്പോൾ തന്നെ മുത്തു ഒരുമാതിരി ഓവർ കോൺഷ്യസ് ആയിരുന്നു. മുത്തുവിൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറി. ഇതുവരെയുള്ള മുത്തു അല്ലാതെ വേറൊരു മുത്തു വന്നു. സ്ട്രോങ് ടീംസിനെ ഉണ്ടാക്കിക്കൊണ്ട് ന്യായം നോക്കാനായിട്ട് മറന്നുപോയൊരു മുത്തുവിനെയാണ് ഈ ആഴ്ച കണ്ടതെന്ന് പറഞ്ഞു. അത് റയാൻ പറഞ്ഞ അടിപൊളി പോയിന്റാണ്, അത് കറക്റ്റ് കാര്യമാണ്. മുത്തു പറയാണ് റയാനായിരുന്നു ഭയം. 6 പേര് ചേർന്ന് 3 പേര് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യമൊക്കെ ആലോചിച്ച് റയാന് പേടിയുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ്. സത്യം പറഞ്ഞാൽ മുത്തു പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. റയാന് പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ റയാന് പേടി ഉണ്ടായിരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
റയാൻ മുന്നോട്ട് കയറി പോകുന്നതാണ് ഇവർ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായി, എല്ലാവരുടെ ഗ്രൂപ്പായി. റയാനെ അയ്യോ ഞാൻ തോക്കുവേ എന്നെ അവർ തോപ്പിക്കോ ആ ഒരു സാധനം റയാൻ ഉണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞതുപോലെ മുത്തുവിന് പോയിന്റ്സ് കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും റയാന് പോയിന്റ്സ് എന്നെക്കാളും ഇതാരും ജയിക്കാൻ പാടില്ല എന്നുള്ള ഫ്രസ്ട്രേഷനും, ആ 2 സാധനം ആരോ കമന്റ് ചെയ്തിരുന്നല്ലോ, ആ സാധനം അത് തന്നെയാണ് കറക്റ്റ്. പക്ഷെ ഇവിടെ മുത്ത് പറയുന്ന ഈ കാര്യം ശരിയല്ല, പക്ഷെ റയാൻ ഒരു റീസൺ ഉണ്ട്, അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ് ആ സാധനം. എന്നിട്ട് എൻ്റെ മേലിപ്പോൾ ആരോഗ്യപ്പെട്ട സാധനം ഉണ്ടല്ലോ വിജയ് സേതുപതി സാർ, അത് കറക്റ്റാണ്. എനിക്ക് ഭയം ഉണ്ടായിരുന്നു, കാരണം എനിക്ക് ഇനിയും അലയൻസ് നല്ലപോലെ നോക്കി ചെയ്യാമായിരുന്നു, ഞാൻ ഇങ്ങനെയൊന്നും ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടായിരുന്നു, കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് മുത്ത് പറയുന്നുണ്ട്. മുത്ത് അത് അക്സെപ്റ്റ് ചെയ്തത് നല്ലത്, ഇല്ലെങ്കിൽ അത് വീണ്ടും നെഗറ്റീവ് ആയേനെ. മഞ്ചേരി പറയണം, ഞാൻ എൻ്റെ പേരെന്നെ പറയണം, എനിക്ക് പതട്ടം ഉണ്ടായിരുന്നു, ഭയം ഉണ്ടായിരുന്നു, ടിക്കറ്റ് പിന്നാലെ ഞാൻ ഭയന്നു. അപ്പോൾ ജാക്കലിൻ മുത്തുവിൻ്റെയും റയാൻ്റെയും പേര് 2 പേരുടെയും പേര് പറയാമെന്ന് പറയുന്നത് അത് കലക്കി, കാരണം കറക്റ്റ് കാര്യം ഇപ്പോൾ ജാക്കലിൻ പറയുന്നുണ്ട്. കാരണം റയാൻ ഇവിടെ ഓരോന്നും ബെസ്റ്റ് കൊടുക്കാനായിട്ട് നോക്കി, മുത്തു ആണെങ്കിലോ ഇതും ബെസ്റ്റ് ആക്കാൻ നോക്കി, ഇത് ബെസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി നോക്കി, എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരുന്നു മുത്തു. ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു എന്നാണ് ജാക്കലിൻ പറയുന്നത്. കറക്റ്റ് കാര്യമാണ് ജാക്കലിൻ പറയുന്നത്, 2 പേരുടെ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അരുൺ പറയാണ് മുത്തുവിനാണ് ഉണ്ടായിരുന്നത്, കാരണം എന്നോട് വരെ ഒരു അലയൻസ് ഉണ്ടാക്കാൻ മുത്തു നോക്കിയിട്ടുണ്ടെന്ന് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പവിത്രയും ചില സമയത്ത് ഇങ്ങനെ പതട്ടപ്പെട്ടുകൊണ്ടിരുന്നു, എക്സ്ട്രീമായിട്ട് മാറി. ആ ടാസ്ക് എനിക്ക് മുടി വെട്ടാനാണോ ഞാൻ ചെയ്തോളാം, മുട്ട അടിക്കാനാണോ ഞാൻ ചെയ്തോളാം, ടാറ്റു അടിക്കാനാണോ ഞാൻ ചെയ്തോളാം, വിഗ് വെച്ചോളാം ഞാൻ പുറത്ത് പോയിട്ട്, എനിക്ക് എൻ്റെ മുടി വെട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് കണ്ണെന്തോ അലർജി കേട്ടോ, അതാ ഞാനിങ്ങനെ കണ്ണിങ്ങനെ ഇട്ട് മാന്തുന്നത്. അപ്പം പവിത്രയ്ക്കും ഞാനൊരു പതട്ടം കണ്ടു എന്ന് പറയുന്നു. അതിനുശേഷം ബ്രേക്ക് എടുത്ത് പോകുമ്പോൾ സൗന്ദര്യയും റയാനോട് സംസാരിക്കും. റയാൻ പറഞ്ഞു അവൻ എക്സ്പോസ്ഡ് ആയി മുത്തു, അവൻ്റെ കോൺവെർസേഷൻ പുറത്ത് എന്താ പറയുക 8 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ 8 മിനിറ്റ് അവനാ പറഞ്ഞു, അവനിപ്പോൾ എക്സ്പോസ്ഡ് ആയി, അവനെ ഞാൻ പുറത്ത് കൊണ്ടുവന്നു. ഇപ്പോഴും പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ മുത്തുവിന് സത്യം പറഞ്ഞാൽ റയാൻ്റെ ഉദ്ദേശം മുത്തു എക്സ്പോസ്ഡ് ഒക്കെ ആയി കുറച്ച്, പക്ഷേ റയാൻ ഇത് പറയുന്നത് ഞാനത് കരുതി കൂട്ടി ചിന്തിച്ചിങ്ങനെ മറ്റത് മറിച്ചെന്നൊക്കെയാണ്. അങ്ങനെ ഒന്നുമല്ല, റയാനെ കിടന്ന് ഉരുളണ്ട. റയാൻ സത്യം പറഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ കളിച്ച് ജയിക്കാൻ നോക്കി, ഓക്കെ, അതിനേക്ക് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. റയാൻ കളിച്ച് ജയിക്കാൻ നോക്കിയതിനിടയിൽ മുത്തു ജയിക്കരുത് എന്നുള്ള സാധനം റയാനും ഉണ്ടായിരുന്നു, മുത്തുവിന് നേരെ തിരിച്ചുണ്ടായിരുന്നു, 2 പേരുടെയും ഭാഗത്തുള്ളതുണ്ട്. പക്ഷേ ആ ഒരു സാധനം അങ്ങ് മൂത്ത് പ്രശ്നമായാണ് മുത്തു എക്സ്പോസ് ആയി. അല്ലാതെ അവൻ ഇങ്ങനെയാക്കി അങ്ങനെ ഒന്നും ഇല്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല. റയാൻ ക്രെഡിറ്റ് എടുക്കുന്നതുമായിട്ട് റയാൻ സ്വന്തമായിട്ട് ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ല ആ കേസിൽ, കാരണം ടിക്കറ്റ് ഫിനാലെയാണ്. മുത്തു റയാനെതിരെയും റയാൻ മുത്തുവിനെതിരെയും മത്സരിച്ച് 2 പേര് എക്സ്പോസ്ഡ് ആയി. റയാനെ തന്നെ ഞാൻ ചോദിക്കട്ടെ, മുത്തു എക്സ്പോസ്ഡ് ആയി എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, റയാൻ എക്സ്പോസ്ഡ് അല്ലായിരുന്നോ? ഇത്രയും ദിവസം നമ്മൾ കണ്ട റയാനാണ് ഈ ഒരാഴ്ച കണ്ടത്. റയാൻ്റെ നാക്ക് ഇത്രയും നാളത് എവിടെയായിരുന്നു? അപ്പം ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ട്, ആ സാധനം ബ്രേക്ക് ചെയ്ത് റയാൻ പുറത്തു വന്നു. മുത്തുവിനെ ഇത്രയും നാൾ നമ്മൾ ഇങ്ങനെയല്ല കണ്ടുകൊണ്ടിരുന്നത്. ഒരാളെടുത്ത് മുത്തു ആ വീട്ടിൽ ദേഷ്യപ്പെട്ടിട്ടില്ലായിരുന്നു. മുത്തു ഗെയിം പേച്ചിത്തനമോ പേച്ചിത്തനമോ വെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളും എക്സ്പോസ്ഡ് ആയി. 2 പേരുടെയും ഭാഗത്തുള്ള ഫേക്ക്നെസ്സുകൾ, മുത്തുവും ഫേക്ക് തന്നെയാണ്, ഈ പറയുന്ന പോലെ റയാനും ഫേക്ക് തന്നെയാണ്. കാരണം 2 പേരുടെ ഫേക്കുകൾ പുറത്തു വന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ പറയും, ഞാൻ 2 പേരെയും കുറ്റം പറഞ്ഞോട്ടെ. ജാക്കലിന് മുത്തുവിനെ പറയാനുള്ള ചില വേർഡ്സ് നീ യൂസ് ചെയ്ത വേർഡ്സ് സ്ട്രോങ് ആയിപ്പോയി, അത്രയും വേണ്ടായിരുന്നു നീ ഇപ്രാവശ്യം ഈ വീക്ക് യൂസ് ചെയ്ത വേർഡ്സ്, അത് ജാക്കലിൻ പറയുന്നത് കറക്റ്റാണ്. അടുത്ത് വിജയ് സേതുപതി ബ്രേക്ക് കഴിഞ്ഞ് വന്ന് നേരെ വീട്ടിനകത്തോട്ട് വരികയാണ്. വീട്ടിനകത്തോട്ട് വരുന്നത് എന്തിനാണ്? എന്നിട്ട് കണ്ടസ്റ്റൻസോട്ടൊക്കെ സംസാരിക്കുന്നു, ഭയങ്കര സന്തോഷം, കളിയും ചിരിയൊക്കെ, റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, ഗാർഡൻ ഏരിയയിൽ സ്റ്റേജ് പോലെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നേരെ വരുന്നു, ടിക്കറ്റ് ഫിനാലെ കൊടുക്കാനാണ്. റയാനിക്കാണ് ടിക്കറ്റ് ഫിനാലെ കൊടുക്കുന്നു. കൺഗ്രാജുലേഷൻസ് റയാൻ. റയാൻ ടാസ്ക് ബീസ്റ്റ് തന്നെയാണ് കേട്ടോ, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. റയാൻ എത്രയൊക്കെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും റയാൻ കളിച്ചതിനെയും അതുപോലെ തന്നെ റയാൻ്റെ എഫോർട്ടിനെയും ഒക്കെ മാനിക്കുന്നുണ്ട്. ഭയങ്കര ഒരു സൂപ്പർ പെർഫോമൻസ് തന്നെയായിരുന്നു ടിക്കറ്റ് ഫിനാലയിൽ. പക്ഷേ ടിക്കറ്റ് ഫിനാലെ കൊണ്ട് റയാൻ സേവ് ആയല്ലോ എന്നൊരു വിഷമം മാത്രമേ ഇരിക്കുള്ളൂ. കാരണം റയാൻ ഈസ് നോട്ട് എന്താ പറയുക, എന്താ വേർഡ് കിട്ടുന്നില്ലല്ലോ, നോട്ട് എലിജിബിൾ ഫോർ ടോപ്പ് 6. അതേ എനിക്ക് പറയാനല്ലോ. റയാൻ ടോപ്പ് 6 എലിജിബിൾ ആയിട്ടുള്ള ആളല്ല. അവിടെ വരാനുള്ള ആള് മഞ്ചരിയോ അല്ലെങ്കിൽ മഞ്ചരി ഓർ അരുൺ ടോപ്പ് 5 ഉറപ്പായിട്ടും ടോപ്പ് 6 ആ പൊസിഷനിൽ മഞ്ചരി അല്ലെങ്കിൽ അരുൺ, ഇവർ 2 പേരിൽ ഒരാളായിരുന്നു വരേണ്ടത്. അപ്പം ഇവരുടെ ഒരാളുടെ ചാൻസാണ് പോയത്, നമുക്കൊന്നുമേ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ റയാന് കിട്ടരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മുത്തുവിനോ ജാക്കലിനോ സൗന്ദര്യക്കോ മഞ്ചരിക്കോ അരുണിനോ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായാലും അതിനകത്ത് വരും. അപ്പം യോഗ്യത ഇല്ലാത്ത ഒരാൾ അവിടെ വരരുത് എന്നുള്ള അർത്ഥം കൊണ്ട് മാത്രം, അല്ലാതെ എനിക്ക് റയാൻ എടുത്ത ഒരു സാധനമില്ല. കുറേ പേരാണ് റയാൻ കളിച്ചിട്ടല്ലേ കിട്ടിയത്, റയാൻ കളിച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം വിഷ്ണു വിജയ്ക്കാണ് ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് തമിഴ് സീസണിൽ. വിഷ്ണു വിജയ് അതിന് അർഹനായിരുന്നു, അത് വേറൊരു കാര്യം. കാരണം ടോപ്പ് 5 കണ്ടസ്റ്റൻ്റ് ആണ് വിഷ്ണു വിജയ് കഴിഞ്ഞ സീസണിൽ. ഇപ്പം സൗന്ദര്യയുടെ ഫ്രണ്ടായിട്ട് സൗന്ദര്യ പ്രപ്പോസ് ചെയ്ത ആളാണ്.
അപ്പം അർഹതപ്പെട്ട ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ മുത്തുവിന് ആ ടിക്കറ്റ് ഫിനാലെ കിട്ടി, ഒരു ഉപയോഗം ഇല്ല ടിക്കറ്റ് ഫിനാലെ കൊണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും മുത്തു ടോപ്പ് 5 വരും. മനസ്സിലായോ? അർഹത ഇല്ലാത്ത ഒരാൾക്ക് കിട്ടിയിട്ട് അയാൾ ആ പൊസിഷനിൽ വന്ന് നിന്നിട്ട് അപ്പോൾ ഒരാൾ അവിടെ നിന്ന് പുറത്താവുകയല്ലേ ചെയ്യുന്നത്. ആ സാധനമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പൊ എനിക്ക് ഒട്ടുമേ അർഹതയില്ല, ഞാൻ അടുത്ത ആഴ്ച ഔട്ടാവും കേട്ടോ. അടുത്ത ആഴ്ച എവിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഔട്ടാവും. ഞാനിപ്പോൾ നിൽക്കുവാണ്, എനിക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടി, ഞാൻ ടോപ്പ് 6 വന്നു. ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് എൻ്റെ മെഡിക്ക്, അല്ലെങ്കിൽ ഞാൻ ടാസ്ക് കളിച്ച്, ഓക്കെ ഫൈൻ. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആ വീട്ടിലുണ്ട്. മനസ്സിലായി? ഭയങ്കര സ്ട്രോങ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആ വീട്ടിലുണ്ട്. എനിക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് കാരണം അടുത്ത ആഴ്ച ആര് ഔട്ടാവുകയാണ്? ആ കണ്ടസ്റ്റന്റ് ഔട്ടാവുകയാണ്. എങ്ങനെ ഇരിക്കും? അൺഫെയർ ആണോ സാധനം? ഇതേ ഞാൻ പറഞ്ഞോളൂ, വേറെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നേരെ ടിക്കറ്റ് ഫിനാലെ കൊടുത്തിട്ടൊക്കെ പോകുന്നു. റയാന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നു. ഞാൻ ലാസ്റ്റ് വന്ന കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ വിജയ് സുദ്യ നിങ്ങളാണ് ഇപ്പോൾ ഫസ്റ്റ് മുന്നേറി പോകുന്നതെന്നൊക്കെ പറയുന്നു. അതിനുശേഷം വരുന്നു മഞ്ജരിയുടെ എവിക്ഷൻ ആണ് കാണിക്കുന്നു. ജാക്വലിൻ ഭയങ്കരമായി കരയുന്നു. അരുൺ, മാം നിങ്ങൾ നല്ല ഒരു വുമണാണ്, സ്ട്രോങ് വുമണാണ്. മുത്തുവിന് ഭയങ്കര വിഷമം. മുത്തുവും കരച്ചിൽ വരുന്നില്ല, പക്ഷെ കണ്ണീരൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. മുത്തു മഞ്ജരി എടുത്ത് പറയുകയാണ്. മഞ്ജരി ഇവിടെ ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ എനിക്ക് പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. ജാക്വലിൻ പറയുന്നു, നീ എന്നെ ഫ്രണ്ട് ആയിക്കണ്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്തു, നീ എന്നെ നല്ലോണം നോക്കി. അപ്പോൾ അടുത്ത് മഞ്ജരി ചോദിക്കണം, ബിഗ് ബോസ് ഈ ട്രോഫി ഞാൻ ഉടയ്ക്കാതെ കൊണ്ടുവെക്കട്ടെ. പറ്റത്തില്ല മഞ്ജരി, ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടില്ല, ഇതും കൂടി കേക്ക് എന്ന് പറഞ്ഞ് മഞ്ജരിയെ കൊണ്ട് ട്രോഫിയൊക്കെ ഉടപ്പിക്കുന്നു. നേരെ ഔട്ടായി സ്റ്റേജിൽ പോകുന്നു. ജേണി വീഡിയോ കാണിക്കുന്നു. ആ പാട്ടൊക്കെ ഇട്ട് ജേണി വീഡിയോ അതൊക്കെ കണ്ടുകൊണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇവര് ഇങ്ങനത്തെ ഒരു കലിയായിരുന്നു എനിക്ക് കയറി വന്നത്. വിജയ് സേതുപതി കണ്ടസ്റ്റൻസായിട്ട് ഭയങ്കര ഹാപ്പി. മുത്തു കുമരാ അടിച്ചു വാ, കപ്പടിച്ചു വാ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മഞ്ജരിയെ പറ്റി പറയാനുള്ളത്, ആക്ച്വലി ഷീ വാസ് എ സ്ട്രോങ് കണ്ടസ്റ്റന്റ്. എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പൊട്ടൻഷ്യലോട് കൂടി എടുത്ത് ബിഗ് ബോസിന് വേണ്ടി ഒരു സമർപ്പിച്ച ഒരു ലൈഫായിരുന്നു മഞ്ജരിയുടെ. അത് കാരണം അത്ര അടിപൊളിയായിട്ടായിരുന്നു ഓരോ സംഭവം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മഞ്ജരിയുടെ ഫാനല്ല, ഞാനൊരു റിവ്യൂവറാണ്, നിങ്ങളെ മനസ്സിലാക്കുക. ഇന്ന് മഞ്ജരിയെ ഞാൻ പറയുമെങ്കിൽ നാളെ വേറെ ആളെങ്കിലായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഗെയിമാണ്. പക്ഷെ അതിൻ്റെ എക്സ്ട്രീമിൽ പോകുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ തമ്പനെയിൽസ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളെടുത്ത് എൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ബിഗ് ബോസ് സീസൺ 8 തമിഴുണ്ട് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മഞ്ജരിയുടെ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മഞ്ജരിക്കുള്ള ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റിയാണ് മഞ്ജരി വാസ് എ സൂപ്പർബ് ഗെയിമർ. മഞ്ജരി ഒന്നും ഇല്ലാതെ നമുക്ക് ഈ സീസൺ ചിന്തിക്കാനേ പറ്റത്തില്ല. കാരണം അത്ര സൂപ്പർബായിട്ടാണ് ആ ഗെയിമുകളൊക്കെ കളിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പം ടാസ്കിലായിക്കോട്ടെ, ഗെയിമിലായിക്കോട്ടെ, കോണ്ടന്റിലായിക്കോട്ടെ, ഈ 3 സാധനമാണ് ബിഗ് ബോസ് ഞാൻ എപ്പോഴും പറയും. ഈ 3 എണ്ണത്തിൽ മികച്ചു നിന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു മഞ്ജരി. മഞ്ജരി മാത്രമാണ് സംഭവം എന്നല്ല, മഞ്ജരിയും വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് കണ്ടസ്റ്റന്റ്. അതാണ് പറഞ്ഞത്. അങ്ങനെ മഞ്ജരി പോകുന്നു. എന്നിട്ട് വിജയ് സേതുപതി ചോദിക്കുന്നു പ്രേക്ഷകടുത്ത്, മഞ്ജരി ടോപ്പ് 5 ഉണ്ടാവുമെന്ന് ഞാൻ കരുതി, നിങ്ങൾ എന്തുകൊണ്ട് മഞ്ജരിക്ക് വോട്ട് ചെയ്തില്ല? സൂക്ഷിച്ചൊക്കെ ചെയ്യണ്ടേ? അത്ര ഗതികേടായി ഇപ്പോൾ ബിഗ് ബോസിന്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വോട്ടിന്റെ പുറത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം വിജയ് സേതുപതി പോകുന്നു. മുത്തു വീട്ടിൽ നിന്ന് ഭയങ്കര അലറക്കണം എന്നൊക്കെ പറഞ്ഞ് അലറുന്നു. ജാക്വലിൻ കരയുന്നു. അരുൺ പോയി സമാധാനിപ്പിക്കുന്നു. രാത്രി മഞ്ജരിയുടെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് ജാക്വലിൻ നോക്കി ഓർമ്മയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വിഷമം, ഭയങ്കര ടോട്ടലി അൺഫെയർ കേട്ടോ മഞ്ജരിയുടെ എവിക്ഷൻ. വേറെ ഒന്നും പറയാനില്ല. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിന്. നാളെ മുതൽ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്, നോക്കാം നമുക്ക്. അടുത്ത ആഴ്ചയാണ് സത്യം പറഞ്ഞ എക്സ് കണ്ടസ്റ്റൻസ് വരാനുള്ള. പക്ഷെ തമിഴ് സീസൺ 6 സെക്കൻഡ് ലാസ്റ്റ് വീക്കിൽ വന്നിട്ടുണ്ട്. ചിലപ്പം ഇതിൻ്റെ ഇടയിൽ എക്സ് കണ്ടസ്റ്റൻസ് വരുമ്പോൾ തന്നെ മണി ബോക്സ് വെക്കും, എടുത്തുകൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ വെക്കുമായിരിക്കാം. എന്തായാലും എക്സ് കണ്ടസ്റ്റൻസ് ഉടനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരെ കൂടെ കയറ്റി വിടുന്നത്. നോക്കാം നമുക്ക്. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആരൊക്കെ വരാനാണെന്ന് അറിയാമോ? പറഞ്ഞുതരാം. ആരൊക്കെ വരാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസർവിങ് അല്ലാതെ ഔട്ടായി പോയിട്ടുള്ള കുറച്ച് പേര് വരാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒന്ന് ഫാറ്റ്മാൻ വരാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അൺഫെയർ എവിക്ഷൻ ആയിരുന്നു ഫാറ്റ്മാൻ്റെത്. രണ്ടാമത് ഞാൻ അർണവ് വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അർണവിൻ്റെ അൺഫെയർ ഒന്നും ആയിരുന്നില്ല, പക്ഷെ അർണവ് നിന്നിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ എന്ന് എനിക്ക് പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അടുത്ത സുനിത വരാൻ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് സുനിത വരാൻ. അടുത്ത റിയ വരാൻ ഞാൻ ചെറിയൊരു വെയിറ്റിംഗ് ഉണ്ട് എനിക്ക്. പിന്നെ ആനന്ദി വരാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ദെൻ വേറെ ആരും വരാൻ വെയിറ്റിംഗ് അല്ല. അൻഷിതയെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വെയിറ്റിംഗ് അല്ല. ഓക്കെ, അത്രയാണ്. വേറെ ആരും വരാൻ വെയിറ്റിംഗ് ഇല്ല. ആനന്ദിയും ഓക്കെ, വേറെ ആരും വരാൻ അങ്ങനെ വെയിറ്റിംഗ് ഒന്നും അല്ല. അപ്പം നോക്കാം നമുക്ക്. തർഷിക വരാൻ. അയ്യോ തർഷിക എന്ത് വിശാലിന്റെ ഫേക്കിനെസ് മനസ്സിലാക്കി തർഷിക എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. നാളത്തെ എപ്പിസോഡിന് റിവ്യൂ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.